CMRL എക്സാലോജിക് ഇടപാട് കേസിൽ വീണ ടിക്ക് സമൻസ് അയച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നതാണ് നിർദ്ദേശം. ഇതിന്റെ ഭാഗമായിട്ട് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി വീണയോട് ചില ചോദ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചിരുന്നു. അവർ നൽകിയ മറുപടിയിൽ വ്യക്തതയില്ല എന്ന നിലപാടിലായിരുന്നു ED. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണയ്ക്കൊപ്പം മറ്റു ചിലർക്ക് കൂടി നോട്ടീസ് ഉണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അത് CMRലുമായി ബന്ധപ്പെട്ടാണെന്നാണ് സൂചന. എന്തായാലും വീണയ്ക്ക് നോട്ടീസ് ഉണ്ട്. വീണയോട് വെള്ളിയാഴ്ച രാവിലെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ അല്ലെങ്കിൽ ആ രേഖകൾ വേണമെന്ന ED ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വീണയുടെ ഒരു അക്കൗണ്ട് നേരത്തെ ഫ്രീസ് ചെയ്തിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കും ED കടന്നിരുന്നു. അതോടൊപ്പം വീണയുടെ വിദേശ അക്കൗണ്ട് സംബന്ധിച്ചുള്ള അന്വേഷണം, കൂടാതെ ലോക്കർ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ പരിശോധന, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണയ്ക്ക് നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള നടപടിയാണ് EDയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ CMRലുമായി ബന്ധപ്പെട്ട പലരുടെയും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നതാണ്. അന്ന് ആ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ പണം കിട്ടിയിരിക്കുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വീണയിലേക്ക് കൂടി അന്വേഷണം എത്തി വീണയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. വീണയെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ആ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് വീണ്ടും വിളിപ്പിക്കുന്ന നടപടികളിലേക്കും ED കടക്കും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൊച്ചി ഓഫീസിൽ വെള്ളിയാഴ്ച ഹാജരാകാൻ വീണ ടിയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.